തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പലതരം നീക്കങ്ങളാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും നടത്തുന്നത്. ഹരിയാന തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പൂർത്തിയായതിനു പിന്നാലെ തങ്ങൾക്ക് മുന്നിലുള്ള സാധ്യതകളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്താനുള്ള നീക്കത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. കൂടുതൽ പ്രമുഖരെ കളത്തിലിറക്കി മത്സരം ശക്തമാക്കാനുള്ള നീക്കങ്ങളും അവർ ആരംഭിച്ചു കഴിഞ്ഞു. അത്തരത്തിൽ ഉയർന്നു കേൾക്കുന്ന പേരുകളിലൊന്നാണ് ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന്റേത്. കേട്ടപ്പോൾ അത്ഭുതം തോന്നുമെങ്കിലും ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം. പാരീസ് ഒളിമ്പിക്സിലെ ഗുസ്തി ഫൈനലിൽ നിന്നും അപ്രതീക്ഷിതമായി പുറത്തായ വിനേഷിനെ പാർട്ടിയിലെത്തിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ അത് അവരുടെ വലിയ രാഷ്ട്രീയ വിജയം കൂടിയായി മാറിയേക്കും. കഴിഞ്ഞ ദിവസം പാരീസിൽ നിന്നും മടങ്ങിയെത്തിയ വിനേഷിന് സഹ ഗുസ്തി താരങ്ങളായ സാക്ഷി മാലിക്, ബജ്റംഗ് പുനിയ, അവളുടെ സഹോദരൻ ഹരീന്ദർ സിംഗ്, കോൺഗ്രസ് നേതാവ് ദീപേന്ദർ ഹൂഡ എന്നിവർ ചേർന്നായിരുന്നു സ്വീകരണം ഒരുക്കിയത്. ആയിരക്കണക്കിന് ആരാധകരും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ബി.ജെ.പിയും വിനേഷ് ഫോഗട്ടിന് ഗംഭീര വരവേൽപ്പ് ആസൂത്രണം ചെയ്തിരുന്നുവെങ്കിലും മറ്റ് നിരവധി ഗുസ്തിക്കാരുടെയും സാന്നിധ്യത്തിൽ വിനേഷ് ഫോഗട്ടിനു വേണ്ടി കൂറ്റൻ റോഡ് ഷോ നടത്തി ദീപേന്ദർ ഹൂഡയും കോൺഗ്രസും കളം പിടിക്കുകയായിരുന്നു. കോൺഗ്രസ് വിനേഷ് ഫോഗട്ടിനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുമെന്ന് ഹരിയാനയിലെ പ്രതിപക്ഷ നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ കോൺഗ്രസിന്റെ പദ്ധതികൾ വ്യക്തമായിരുന്നു. ഹരിയാനയിൽ നിന്ന് ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റിലേക്കുള്ള വോട്ടെടുപ്പ് സെപ്റ്റംബർ 3-നാണ് നടക്കാൻ പോകുന്നത്. ഈ സീറ്റിലേക്ക് വിനേഷ് ഫോഗട്ടിനെ മത്സരിപ്പിക്കാനായിരുന്നു ആദ്യ പദ്ധതി. എന്നാൽ വിജയം ഉറപ്പില്ലാത്തതിനാൽ താരത്തെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാനുള്ള നീക്കത്തിനാണ് ഇപ്പോൾ മുൻതൂക്കം. വിനേഷ് ഒരു ചാമ്പ്യനായിരുന്നു. ഇന്നും എന്നും അത് നിലനിൽക്കും. ഞങ്ങളുടെ മകൾ വിനേഷ് ഫോഗട്ടിനെ സ്വീകരിക്കാൻ ഡൽഹിയിൽ നിന്ന് വിനേഷ് ഫോഗട്ടിന്റെ ജന്മദേശം വരെ ആളുകൾ ക്യൂവിലാണെന്നാണ് ദീപേന്ദർ ഹൂഡ പറഞ്ഞത്. അതേസമയം തന്നെ വിനേഷ് ഫോഗട്ടിനെ രാജ്യസഭയിലേക്ക് അയക്കാനുള്ള ഭൂപീന്ദർ ഹൂഡയുടെ ആഗ്രഹം രാഷ്ട്രീയ സ്റ്റണ്ട് എന്നാണ് വിനേഷ് ഫോഗട്ടിന്റെ അമ്മാവൻ മഹാവീർ ഫോഗട്ട് വിശേഷിപ്പിച്ചത്. അന്നത്തെ ബി.ജെ.പി എം.പിയും റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ ജന്തർ മന്ദറിൽ നടത്തിയ പ്രതിഷേധത്തിനിടെ ഹരിയാനയിൽ നിന്നുള്ള വിനേഷ് ഫോഗട്ടിനും മറ്റു ഗുസ്തിക്കാർക്കും പിന്തുണയുമായി രംഗത്തെത്തിയ ആദ്യത്തെ കുറച്ച് കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായിരുന്നു ദീപേന്ദർ ഹൂഡ. ന്യൂഡൽഹിയിൽ കോൺഗ്രസ് വിനേഷ് ഫോഗട്ടിനൊപ്പം റോഡ് ഷോ നടത്തുമ്പോൾ മറുവശത്ത് ഹരിയാന ബി.ജെ.പി മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ചണ്ഡീഗഡിൽ മാധ്യമപ്രവർത്തകരോട് വിനേഷ് ഫോഗട്ടുമായി ബന്ധപ്പെട്ട് തന്റെ സർക്കാർ എടുത്ത തീരുമാനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു. ഹരിയാന സർക്കാരും ബി.ജെ.പിയും വിനേഷ് ഫോഗട്ടിനൊപ്പമാണ് നിൽക്കുന്നതെന്ന് സൈനി വ്യക്തമാക്കിയിരുന്നു. അവൾ ഞങ്ങളുടെ മകളാണ്, ഞങ്ങൾ എപ്പോഴും അവളോടൊപ്പം നിൽക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ഒരു വശത്ത് നടക്കുമ്പോഴും മറുവശത്ത് ഫോഗട്ട് വലിയ സങ്കടത്തിലാണ്. നിർഭാഗ്യകരമായ സാഹചര്യത്തിലാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത് എന്നും ഭാവി എന്താണെന്ന് പ്രവചിക്കാൻ സാധിക്കില്ലെന്നും 2024-ലെ പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് തന്നെ അയോഗ്യയാക്കിയിരുന്നില്ലെങ്കിൽ 2032 വരെ തന്റെ ഗുസ്തി ജീവിതം തുടരാമായിരുന്നുവെന്നാണ് വിനേഷ് ഫോഗട്ട് ഏറെ സങ്കടത്തോടെ പറഞ്ഞത്. പാരീസ് ഒളിമ്പിക്സിൽ 50 കിലോഗ്രാം വിഭാഗം ഫൈനലിനിടെയാണ് 100 ഗ്രാം അധിക ഭാരമുണ്ടെന്ന് കണ്ടെത്തി വിനേഷിനെ അയോഗ്യയാക്കിയത്. ഇതിനു പിന്നാലെ സ്വർണത്തിനായി മത്സരിക്കാനുള്ള അവസരവും നഷ്ടമായി. കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സിൽ അപ്പീൽ നൽകിയെങ്കിലും ഫോഗട്ടിന്റെ അപ്പീൽ നിരസിക്കപ്പെട്ടു. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന വികാരനിർഭരമായ പോസ്റ്റിലാണ് വിനേഷ് തന്റെ ബാല്യകാല സ്വപ്നവും അച്ഛൻ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് താൻ നേരിട്ട പ്രയാസങ്ങളും പങ്കുവച്ചത്. പാരീസിൽ ഹൃദയഭേദകമായി അവസാനിച്ച അസാധാരണമായ യാത്രയിലുടനീളം തന്നെ പിന്തുണച്ചവരുടെ സംഭാവനകളും വിനേഷ് ഫോഗട്ട് എടുത്തു പറഞ്ഞിരുന്നു. അതേസമയം വിനേഷിന്റെ അയോഗ്യതയിലേക്ക് നയിച്ച കർശന നിയന്ത്രണങ്ങളെ IOA വിമർശിച്ചിരുന്നു. കായിക താരങ്ങൾ, പ്രത്യേകിച്ച് വനിതാ കായിക താരങ്ങൾ നേരിടുന്ന ശാരീരികവും മാനസികവുമായ സമ്മർദ്ദങ്ങളെ ഈ നിയമങ്ങൾ പരിഗണിക്കുന്നില്ലെന്നാണ് അവർ വാദിച്ചത്. ഇങ്ങനെയൊക്കെ ഒരു വശത്ത് നടക്കുമ്പോഴും മറുവശത്ത് രാഷ്ട്രീയം ചർച്ചയാകുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം.